പട്ടിപ്പുണ്യവാളനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ കട്ടപ്പനയിലെ 20 ഏക്കറിൽ ആ ആശ്രമത്തിൽ വിശുദ്ധ ഫ്രാൻസിസും ഒരു ചെന്നായി നിൽക്കുന്ന ഒരു രൂപമുണ്ട്. നാട്ടുകാർ ഫ്രാൻസിസിൻ്റെ ആ രൂപത്തെ വിളിച്ചിരുന്നത് പട്ടിപ്പുണ്യവാളൻ്റെ രൂപം എന്നാണ്. സത്യത്തിൽ ഈ കഥ ഇറ്റലിയിലെ ഗുബിയോ എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ്. നാടിനെ മുഴുവനും ആക്രമിക്കുകയും വഴിയാത്രക്കാരെ മുഴുവൻ ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഒരു ക്രൂരനായ ചെന്നായ ആ നാട്ടിലുണ്ടായിരുന്നു. ആര് ചെന്നിട്ടും എന്തെല്ലാം പരിശ്രമിച്ചിട്ടും ഒന്നിനും മെരുങ്ങാത്ത ഒരു ചെന്നായ. ഒരു ഫ്രാൻസിസിന് ആ വഴിയെ ഒരു ദിവസം പോകേണ്ടി വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഫ്രാൻസിസെ പോകരുത്, നിങ്ങളെ അത് ഉപദ്രവിക്കും, വളരെ ക്രൂരനാണ്, ഒന്നിനോടും മെരുങ്ങില്ല. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, എല്ലാം എൻ്റെ സഹോദരങ്ങളാണെന്നുള്ള വിശ്വാസവും ഫ്രാൻസിസിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസും സഹോദരനായ ലിയോയും കൂടി ആ വഴി തന്നെ നടന്നു. അല്പം നടന്നു കഴിഞ്ഞപ്പോൾ ചെന്നായ ഫ്രാൻസിസിനെ ആക്രമിക്കാൻ വന്നു. ഫ്രാൻസിസ് ദൈവ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്തോടെ സഹോദര ചെന്നായെ ശാന്തമാകുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെന്നായെ സമീപിക്കുകയാണ് ചെയ്തത്. കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഒടുവിൽ ഈ ചെന്നായ ഫ്രാൻസിസിനോട് മെരുങ്ങി ഫ്രാൻസിസിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഫ്രാൻസിസ് ഈ ചെന്നായോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ സഹോദരങ്ങൾ ഉപദ്രവിക്കുന്നത്? നിനക്ക് വേണ്ട ഭക്ഷണം തരാൻ ഞാൻ അവരോട് പറയാം, നീ ഇനി മേലിൽ അവരെ ആക്രമിക്കരുത്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്. ആ ചെന്നായ പിന്നീട് അങ്ങോട്ട് ആ ഗ്രാമവാസികളെ ഉപദ്രവിച്ചിട്ടില്ല. അവരതിന് ഭക്ഷണം കൊടുക്കാനും തുടങ്ങി. സത്യത്തിൽ വിശപ്പിൻ്റെ പ്രശ്നമായിരുന്നു ചെന്നായിക്ക്, പക്ഷെ അതിനെ അത് ക്രൂരനാക്കി മാറ്റി. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൻ്റെ വഴി സ്നേഹത്തിൻ്റേതാണ്, യുദ്ധമല്ല. പരിഹരിക്കാൻ പറ്റാത്ത ഏത് പ്രശ്നത്തെയും സ്നേഹത്തിലൂടെ മെരുക്കിയെടുക്കാമെന്ന് ഫ്രാൻസിസ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കും നോക്കാം, നമ്മുടെ ഉള്ളിലുണ്ടോ ചെന്നായി, അല്ലെങ്കിൽ പുറത്താണോ? സ്നേഹം കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട് ചെന്നായ പോലും നമ്മുടെ കൂട്ടാകട്ടെ. എല്ലാവർക്കും സമാധാനവും സർവ്വ നന്മയും.